ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ഏറ്റെടുക്കാമെങ്കിൽ ഈ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളുടെ ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുക്കാമെങ്കിൽ ഇന്ന് കേട്ട വചനത്തിന്റെ മുഴുവനായി. അത് മുഴുവനും കൂടെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമല്ല. പക്ഷേ ഇത് ഇത് പറ്റുമോ? എന്താണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 4 വാക്കേ ഉള്ളൂ, 4-5 വാക്കല്ലേ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ വലിയ കഴിവുള്ളവരാണ്, ആരോഗ്യമുണ്ട്, പകരത്തിന് പകരം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നൊക്കെയുള്ള വിചാരം നമുക്ക് കാണും. പക്ഷേ നമ്മൾ ഒരു ക്രിസ്ത്യാനി എടുക്കേണ്ട സ്റ്റാൻഡ് ഇതാണ്. ഏതാണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തികളെ ലിമിറ്റ് ചെയ്യുന്നു. ആകാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് നമ്മൾ ഏറ്റെടുക്കണം. അതാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിൽ കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ചില കാര്യങ്ങൾ ജീവൻ പോകുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ പറയാൻ കഴിയുമായിരിക്കും. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമ്മളുടെ അവസ്ഥ അതാകണം. നമ്മളുടെ അവസ്ഥ അതാകണം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് അനേക കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മുടെ ഭവനത്തില്, നമ്മളുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തില്, നമ്മുടെ സമൂഹത്തില് അനേക കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ അവിടെ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? ഞാന് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നിട്ട് അവിടെ വേറൊരു കാര്യം ചെയ്തില്ല, ചെയ്യാനൊക്കെയില്ലായിരുന്നു. ചില കാര്യങ്ങൾ പറയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയുകയില്ല. അപ്പോ നമ്മള് ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ക്രൂശിലാണ് കിടക്കുന്നത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ അങ്ങനെ കിടക്കുന്ന ഒരു അടുത്ത് അങ്ങനെ അങ്ങ് കിടക്കണമെന്നാണോ? അല്ല, കർത്താവ് അവിടെ പ്രവർത്തിക്കും. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രൂശിൽ കിടക്കുന്നു, പക്ഷെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ക്രിസ്തു കാര്യങ്ങൾ ചെയ്യട്ടെ. അതിനു വേണ്ടിയിട്ട് ക്രിസ്തുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം അവിടെ കൊടുക്കുക ചെയ്യാനായി. നമ്മൾ തന്നെ ചെയ്താൽ ക്രിസ്തുവിന് ചെയ്യാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഉണ്ടാകാതെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയിൽ നാം ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം. നമ്മള് ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം. കിടക്കുന്നത് ക്രൂശിലാണ്. അവിടെ പിന്നെ
സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. പക്ഷേ അതേസമയം തന്നെ നമുക്ക് പ്രശംസിക്കാം. എവിടെ? ഞാന് യേശുക്രിസ്തുവിന്റെ ക്രൂശിലാണ് എന്ന് നമുക്ക് പ്രശംസിക്കാനായിട്ട് കഴിയും. ക്രൂശിൽ കിടക്കുക, പക്ഷേ ഞാൻ എവിടെ കിടക്കുന്നത്? യേശുക്രിസ്തുവിന്റെ ക്രൂശിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് പ്രശംസിക്കാനായിട്ട് കഴിയും. അപ്പോ ഒരു പ്രശംസാ വിഷയം അവിടെ ഉണ്ട്. എപ്പോഴും പ്രശംസിച്ചുകൊണ്ട് നടക്കണമെന്നല്ല, പക്ഷേ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുക. ആ ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കട്ടെ. അങ്ങനെ ഭരിക്കുകയാണെങ്കിൽ, ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കുകയാണെങ്കിൽ, നമ്മൾ ആകാത്ത ഒരു കാര്യത്തിലും പ്രവേശിക്കുകയില്ല, ഇടപെടുകയുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും സക്സസ് ആയിരിക്കും. ഏറ്റവും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ഒരു ജീവിതമായിരിക്കും നമ്മൾ നടത്തുന്നത്. അങ്ങനെ ഒരു ജീവിതം നടത്തണം. അങ്ങനെ ഒരു ജീവിതം നടത്താനാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിന് നമുക്കിടയാകണം. കൂടുതൽ സമയം ആയി, അതുകൊണ്ട് ഞാൻ സമയം എടുക്കുന്നില്ല. ഈ മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എവിടാണ്? ഞാൻ ക്രൂശി കിടക്കുകയാണ്. ആ ക്രൂശി കിടക്കുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഓരോ കാര്യം ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുകയും കർത്താവിനെ അതിന് അനുവദിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൂടെ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവിനെ അനുവദിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഓടിപ്പോകണം. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ക്രിസ്തുവിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് തന്റെ ജീവിതത്തില് തന്നെ അനുഗമിക്കാനായിട്ട് പറയുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനവും നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെയുള്ള ചില വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാല്, ഒന്നിൽ ഞാൻ അല്ലെ ക്രിസ്തു. ഞാനാണെങ്കിൽ നാം ക്രൂശിക്കപ്പെടണം, ക്രിസ്തു ആണെങ്കിൽ അവനോടുകൂടെ നാം ജീവിക്കണം. രണ്ടും ഒരുപോലെ നടക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ക്രൂശിക്കപ്പെടെങ്കിൽ മാത്രമേ എനിക്ക് അടക്കപ്പെടുവാനായിട്ടും വീണ്ടും ജീവിക്കാനായിട്ടും കഴിയുകയുള്ളൂ. പൗലോസ് തന്റെ ജീവിതത്തിൽ തനിക്കുള്ളതിനെയല്ല, ഈ ഞാനെന്ന ഭാവത്തെ വിട്ടതായിട്ട് നമുക്ക് അനേക ലേഖനങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസിന് എന്റെ വാക്കുകളിൽ പറഞ്ഞാല്, ഫിലിപ്പി ലേഖനത്തിൽ അതിന്റെ 3-ാം വാക്യത്തിൽ, ഞാൻ സമയക്കുറവുള്ളതുകൊണ്ട് വായിക്കുന്നില്ല, പൗലോസിന്റെ 3:4 തൊട്ട് പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. അതായത് എനിക്ക് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പോയ അല്ലെങ്കിൽ ഞാൻ ആയിരുന്ന ചില കാര്യങ്ങൾ, എനിക്ക് നിങ്ങളെക്കാട്ടിലൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ പറയാനുണ്ട്. പക്ഷെ ഞാനതൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നമ്മൾ വായിക്കുന്നു അതിന് 7-ാം വാക്യത്തില്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതായത് എനിക്ക് ലാഭമായിട്ട് പറയാനായിട്ട് കുറെ കാര്യങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഞാൻ ഛേദമെന്നുണ്ട്, ഞാൻ വിട്ടുകളയാം. കാരണം ക്രിസ്തു എന്നില് ജീവിക്കണം. നമ്മൾ ഈ ക്രൂശിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ ക്രൂശെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ, അവിടെയൊക്കെ വേദനയുണ്ട്, അവിടെയൊക്കെ കഷ്ടമുണ്ട്, അവിടെ പ്രയാസമുണ്ട്. പൗലോസ് കടന്നുപോയ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തില് അല്ലെ നമ്മൾ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളിൽ അതിന്റെ 24 മുതൽ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. എന്നാലും ഞാൻ ചില വാക്യങ്ങൾ മാത്രം, അതായത് 27-ന്റെ ചില വാക്യങ്ങൾ വായിച്ച, ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീലം, നഗ്നത, ഇതൊക്കെയാണ് ഈ ക്രൂശ് എടുക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിന് ലഭിച്ചത്.
അപ്പൊ ലാഭമായിരുന്നതൊക്കെ ഈ ലോകത്തിൽ എനിക്ക് ഞാൻ ക്രൂശിക്കപ്പെടാതെ ജീവിച്ച, അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ ആ ശിഷ്യത്വത്തിന്റെ ആ ആദ്യത്തെ പടി വിട്ടുകളഞ്ഞാല് എനിക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകാം. ലോകപ്രകാരം എനിക്ക് അതിനകത്തില് സന്തോഷം കണ്ടെത്താം. അല്ലെങ്കിൽ ആദ്യ മാതാവും പിതാവും പരാജയപ്പെട്ടിടത്ത് എനിക്കും അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ ജീവിക്കാം. അതല്ല ഇനി പഴയ നിയമത്തിലെ തന്നെ മോശയുടെ ഒരു ജയജീവിതം, അതല്ലല്ലോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു അല്ലെ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 3 കാര്യങ്ങളും പിശാച് യേശുവിന് മുമ്പാകെ വെച്ച കാര്യങ്ങളാണ്. പക്ഷെ യേശു അവിടെയൊക്കെ ജയിച്ചു. 40 ദിവസം ഉപവാസം എടുത്തിട്ട് വിശന്ന് പരവശനായിട്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ആരും ഒന്നും പറയത്തില്ലായിരുന്നു. പക്ഷേ പിശാചിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവിടെ ഒരു ക്രൂശിന്റെ പാതയിലൂടെ പോയപ്പോൾ അവിടെ ഒരു വേദന ഉണ്ടായില്ലേ? വിശപ്പിന്റെ സഹിക്കാൻ വയ്യാത്ത വിശന്നിരിക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഉപവാസം എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് പറ്റും. കാഴ്ചകളുടെ ലോകം, മുടി ലോകവും കാണിച്ച് അതിന്റെ സന്തോഷം അനുഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ തന്നെ ആ ഒരു മഹത്വീകരിക്കാനായിട്ട് എടുത്ത് ചാടാനുള്ള ഒരു ഇതൊക്കെ അവിടെ കർത്താവ് ജയിച്ചു. കർത്താവ് ജയിച്ചപ്പോൾ കർത്താവിന് എന്തായാലും ആ ഒരു തന്റേതായ കാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് പിതാവ് എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു താല്പര്യം ഉണ്ടാകുകയും അതിനുവേണ്ടി മനസ്സ് വെക്കുകയും അതിനുവേണ്ടി ജീവിക്കാനായിട്ടുള്ള ഒരു മാതൃക നമുക്ക്, അല്ലെ? ഓത്രോസ് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയും ആ മാതൃക, അല്ലെങ്കിൽ ഭീഷണം പറയാതെ, ശകാരിക്കാതെ, ഈ ലോകപ്രകാരമുള്ള ഞാനെന്ന ഭാവം ഉള്ളപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനോടൊക്കെ പ്രതികരിക്കാനായിട്ട് ജഡത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് നമ്മുടെ മുൻപന്തിയിൽ നിൽക്കും. പക്ഷേ ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സന്ദീപ് പറഞ്ഞല്ലോ, നമ്മൾ ക്രിസ്തുവിന്റെ പത്രം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കണ്ട ആരെങ്കിലും യേശുവിനെ പോലെ ജീവിക്കുന്നവരാണെന്ന് പറയുന്നു. എവിടെങ്കിലും നമ്മുടെ വീട്ടുകാർ തന്നെ പറയത്തില്ലല്ലോ, പിന്നല്ലേ നാട്ടുകാർ. നമ്മൾ എത്രയോ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞ 5-ാമത്തെ സുവിശേഷമാണ്. അത് നമ്മളെ മറ്റുള്ളവർ പലപ്പോഴും വിധിക്കുക, നമ്മുടെ വാക്കുകൾ കേട്ട്, നമ്മുടെ പ്രതികരണം കണ്ട്, നമ്മുടെ മനോഭാവം കണ്ടിട്ട് പലപ്പോഴും നമ്മളെ അവർ വിധിക്കുകയാണ്. അവന് പണ്ടത്തെ ഒരു ഭാഷ ഇപ്പോഴും ഇത് പറയാൻ വരോസം എടുത്തുകൊണ്ട് നടക്കുക. പക്ഷെ വായിരുന്നു വന്ന വർത്താനം കേട്ടാൽ, അല്ലെങ്കിൽ അവന്റെ പ്രതികരണം കണ്ടാൽ അവിടെ നമ്മൾ ഈ ക്രൂശിന്റെ പാതയിലൂടെ മുമ്പോട്ട് പോകാത്തത് കൊണ്ട് മാത്രമാണ് കർത്താവിന്റെ നാമം ശരിക്കും നമ്മളാൽ അപമാനിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് വള്ളിയും പുള്ളിയൊന്നും മാറ്റരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാനല്ല എന്നുള്ളതല്ല, ഞാനില്ലാതെ വന്നാലേ യേശു അവിടെ വരുത്തും. ഞാനല്ല എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണം കയറ്റിയിട്ട് ഇരുത്താം. നമ്മൾ ശരിക്കും രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിലേക്ക് കർത്താവിനെയാണ് കയറ്റിരുത്തുന്നത്. നമ്മുടെ ദേവദാസന്മാര് പറഞ്ഞവര് പലപ്പോഴും വലിച്ചതായിട്ടിട്ട് നമ്മൾ തന്നെ അവിടെ കയറി ഇരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ക്രൂശിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയാതെ വരുന്നത്. അതുകൊണ്ട് കർത്താവെ, ഇനി ഞാൻ വേണ്ട എന്ന് വരുമ്പോഴാണ് കർത്താവ് അവിടെ വാണരുളുവാനായിട്ടും അവന്റെ ജീവൻ, അല്ലെ, ആ ക്രിസ്തുവിലൂടെ മാത്രമേ അവന്റെ ജീവൻ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. 2 കൊരിന്ത്യർ 4:10 എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ യേശുവിന്റെ ജീവൻ അവിടെ വെളിപ്പെടുകയുള്ളൂ. ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിന്റെ ആദ്യത്തെ പടി തന്നെ നമ്മളെ തന്നെ നിഷേധിക്കുക എന്നുള്ളതാണ്. ഞാനെന്ന കാര്യത്തെ നിഷേധിക്കുമ്പോഴാണ് എനിക്ക് അവനെ അനുഗമിക്കാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെ വചനമായിട്ട് മാത്രം ഇരിക്കാതെ, സന്ദീപ് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് വേണ്ടത് യേശു നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതമാണ്, കേവലം ചില മാറ്റങ്ങളല്ല. അത് ചിലപ്പോൾ ലീഗലിസമായി പോകും. കാരണം കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അതൊരുമില്ല. കർത്താവിന്റെ കൽപ്പന ഒരിക്കലും അവനോടുള്ള സ്നേഹത്തിൽ ഭാരമുള്ളതല്ല. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത് അവന്റെ കൽപ്പനകൾ ഒരിക്കലും ഭാരമുള്ളതല്ല. ഇങ്ങനെ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, ഇവിടെ ആ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ, ഇനിയെങ്കിലും ഞാനെന്ന എന്റെ കാര്യത്തെ വിട്ടു, ഭാവം, അല്ലെ, ആ അഹത്തെ വിടുവാനായിട്ടുള്ള, ആ ഭാവത്തെ വിടുവാനായിട്ടുള്ള ഒരു ശക്തി എനിക്ക് തരണം. അവസാനം പറഞ്ഞു നിർത്തിയത് പരിശുദ്ധാത്മാവിനല്ലാതെ നമുക്കത് കഴിയുകയില്ല. കർത്താവ്, ഇന്നെനിക്കത് ശക്തി ഇന്നെനിക്ക് തരണം. ഓരോ ദിവസവും ആ ശക്തി എനിക്ക് വേണം. എന്റെ ജീവിതത്തിന്റെ ആയുസിന്റെ മുഴുവൻ എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുന്നു അന്ന് വരെയും എനിക്ക് ഈ ശക്തി തരണം. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവമേ എന്നെ സഹായിക്കണം. ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ കൂടെ ഉള്ളവരുടെയും ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. കർത്താവിനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നില്ലെങ്കിൽ അവന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ, അല്ലെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ലജ്ജിക്കേണ്ടി വരും. അങ്ങനെയാകാൻ ദൈവം ഇടയാക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ നമ്മൾ കേട്ടോണ്ടിരുന്ന കാര്യം
ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അന്ന് ഒരു വചനം ഇതായിരുന്നു. റോമർ 6:11 അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരൊന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരൊന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നമ്മള് പല സാഹചര്യങ്ങളിലും സന്ദീപർ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് നമ്മൾ പറയുന്ന വാക്കുകളുടെ ഓരോ കാര്യങ്ങള് സംസാരിക്കുമ്പം നമ്മൾ അതിന് പറയുന്ന മറുപടികള് അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പം കഥാവേ ഞാനുണ്ടോ, ഞാനുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പരുഷമായിട്ടുള്ള മറുപടി അവിടെ പറയത്തുള്ളൂ. അതർവൈസ് ഞാൻ അവിടെ മരിക്കുന്നെങ്കിൽ എനിക്ക് യേശുവിന്റെ സ്വഭാവത്തില് ഐ ക്യാൻ വെയിറ്റ്. ആൻഡ് ദൈവം അറ്റ്ലീസ്റ്റ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, കുടുംബത്തിൽ തന്നെ വീടുകളിലൊക്കെ തന്നെ പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഒരു മറു ചോദ്യമാണ്. പലപ്പോഴും വി ഡോണ്ട് ഹാവ് ആൻ ആൻസർ. പല സമയത്തും നമുക്ക് അങ്ങനെ അല്ലാതെ പിന്നെ അങ്ങനാണോ എന്നുള്ളൊരു അല്ലെ, അങ്ങനെ യേശു അങ്ങനെ ഉത്തരം പറയുമായിരുന്നോ നമ്മൾ ചോദിക്കുമ്പോഴല്ലോ ഐ നീഡ് ടു സേ ആൻ ആൻസർ. ഞാൻ വളരെ താഴ്മയോടെ കർത്താവേ, ഞാൻ അവിടെ ആ ചോദ്യത്തിന്, അത് മോനാണേലും അമ്മയാണേലും ആരോട് ചോദിച്ചാലും നമ്മൾ ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുമ്പം നമ്മൾ യേശുവിന്റെ സ്വഭാവത്തിലുള്ളവരല്ല നമ്മൾ. സോ വി നീഡ് ടു നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവേ, ഞാനവിടെ മനസ്സാന്തരപ്പെടാണ്ട്. ഞാൻ തുടർമാനം എന്നോട് ദൈവം ഈ കാര്യം സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ വി നീഡ് ടു ഹംബിൾ അവേഴ്സെൽവ്സ് ആൻഡ് സേ കർത്താവേ, എനിക്ക് അതിനുള്ള സൗരം പ്രാർത്ഥിച്ച പോലെ കർത്താവേ, ഞാൻ എന്നെ തന്നെ അവിടെ ഞാൻ അവിടെ ഇല്ല എന്ന് കരുതി യേശുവിനെ അവിടെ വെക്കുമ്പം ഞാൻ പലപ്പോഴും നമ്മൾ എണ്ണുമ്പോ, നമ്മൾ കേക്കൊക്കെ മുറിക്കുന്ന സമയം എത്ര പേരുണ്ട് അവിടെ നമ്മളെ തന്നെ എണ്ണും. എന്നാൽ അനേകം പാപത്തിന്റെ അവിടെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എണ്ണേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പാപത്തിന്റെ അനേകം കാര്യങ്ങൾ വരുമ്പം ഞാനവിടെ സീറോ ആണ് എന്ന് എണ്ണാനായിട്ട് എന്നെ തന്നെ ആഗ്രഹിക്കുന്നത് മനസ്സിലാവും. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം നമുക്ക്. ക്രിസ്തുവിൽ എന്നിൽ ജീവിക്കണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മുന്നിൽ അമർന്ന് കിടക്കുക. അപ്പം തല പൊക്കത്തുമില്ല, തല താക്കാനും പറ്റത്തില്ല. അങ്ങനെ ആകുമ്പം പാദങ്ങൾ ചുംബിക്കാൻ എളുപ്പമാണ്, സന്നിധിയിൽ വസിക്കാനും എളുപ്പമാണ്. ആ ഒരവസ്ഥ എത്ര ഭാഗ്യമായ അവസ്ഥയാണ്. ദൈവം നമ്മളെ വിളിക്കാൻ സഹായിക്കും. സ്വതം കേൾപ്പിച്ചതായ വചനം Galatians 2:20, I am crucified with Christ. ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആള് who once upon a time wanted to wipe out the Christian from this face of the Lord. ആ മനുഷ്യൻ അതിനെപ്പറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുമായിരുന്നു. 14 ലെറ്റർ, 13 എന്നാണ് പറയുന്നത്. 14 എന്ന് വേണമെന്ന് എനിക്ക് പറയാം. ആ എബ്രായ ലേഖനം മാത്രമേ ഉള്ളൂ. അത് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അത്രയും അധ്വാനം പുള്ളി ഈ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്തു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ മനുഷ്യൻ ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് തന്നെ ക്രൂശിൽ കടന്നുകൊണ്ട് തനിക്ക് നമ്മൾ ക്രൂശി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ കർത്താവ് ക്രൂശി കിടന്നുകൊണ്ട് താൻ പറഞ്ഞതെന്താണ്? ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികാൻ അവരോട് ക്ഷമിക്കണമേ. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അല്ല ചുമ്മാ അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സീറോയിൽ കിടക്കുവാണ്. ബട്ട് വി മസ്റ്റ് ഗോ ബിയോണ്ട്. ഇന്ന് ഞാൻ വാക്യം വായിച്ചതാണ്. ഈ നമ്പേഴ്സിന്റെ പുസ്തകം 24-ാം അധ്യായത്തിലാണ് 13-ാമത്തെ വാക്യം. If Balak were given to me his full house of full silver and gold, I would not
go beyond the word of Lord. See, to do good or bad or my own will, what the Lord says that I must speak. ദൈവം തരുന്നതായ സംഗതി ഞാൻ സംസാരിക്കും. അതെൻ്റെ ഒരു ജഡത്തിൻ്റെ ഇച്ഛയെ മരിപ്പിക്കുന്നതിനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു വലിയൊരു തത്വം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈഗോ ഇന്നലെ എനിക്കൊരു വലിയൊരു ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കൊച്ചുമോൻ അവിടെ ഒരു ഇവിടെ ടൈലിട്ടിരിക്കുന്ന ഒരു ചെറിയൊരു കട്ട് ചെയ്ത പീസ് അവനത് എടുക്കാൻ തുടങ്ങി. ഞാൻ പറയുകയാണ്, ഇത് എടുക്കല്ലേടാ, അത് വേറെ അവർക്ക് വേണ്ടതാണ്. അവൻ വേറൊരെണ്ണം എടുത്തിട്ട് ആ തൂണയിലിട്ട് അടിച്ചു. എനിക്ക് ദേഷ്യം വന്നു. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ പല സംഗതികളും ഞാൻ വയ്ക്കുന്നത് എന്നോട് ചോദിക്കാതൊക്കെ എടുക്കും. വലിയൊരു പ്രയാസമാണ്. ഞാനും അവൻ്റെ സാക്ഷിക്കും. അവൻ്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല. എൻ്റെ അവിടെ എല്ലാം ഒരു സൗമ്യതയോടുകൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ മസ്റ്റ് ഡു വാട്ട് ഗോഡ് സ്പീക്ക്. ഇതൊരു വലിയൊരു ചേഞ്ചാണ് എനിക്ക് വേണ്ടത് എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം. ഒന്ന് അതുപോലെ തന്നെ സകലം വായിച്ചതായ ഒരു 2 കൊരിന്ത്യർ 4 10, 11, 12 എന്നൊക്കെ പറയുന്ന ചില വാക്യങ്ങളുണ്ടല്ലോ. എനിക്ക് പല പ്രാവശ്യം ഇവിടെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. Always carrying about in the body of dying of the Lord Jesus, that the life of Jesus also may be manifested in our body. For we who live are always delivered to death of Jesus' sake, that the life of Jesus also be manifested in our mortal flesh, so that the death is working in us life in you. എന്നിലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രതിയോഗിക്ക് ഒരു ജീവനും കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലായി തീരട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എബ്രായ ലേഖനം 2:10 കൂടെ ഞാൻ വായിച്ചിട്ടുള്ളതും പോകാം. For it was fitting for him, for whom we are all things and by whom are all things, in bringing many sons to glory, to make the captain of their salvation perfect through suffering. There is a perfection through the suffering. There is a perfection in the perfect ആകാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത്. കാര്യത്തില്ല. യെസ്, എന്നെ വിളിച്ചിരിക്കുന്നത് ടു ബിക്കം എ പെർഫെക്റ്റ് ലൈക്ക് ക്രൈസ്റ്റ്. കർത്താവ് ക്രൂശിൽ കടന്നതുപോലെ I am crucified. പൗലോസ് പറയുന്നുണ്ട്, I am crucified with Christ. May God help me. Yes, ഈ വാക്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ജഡം ആയി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്ന വാക്യം ഗലാത്യർ 2:20 എനിക്ക് മനസ്സിലായത്. ഞാൻ ക്രൂശിക്കണം, ഞാൻ എന്നെ തന്നെ സ്വഭാവം താഴണം, മരിക്കണം. ഈ ജഡിക സ്വഭാവം ഇല്ലാതായി ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ വളരണം. ഇനി ക്രിസ്തുവിന്റെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവിന് എത്ര എന്നിൽ ജീവിക്കട്ടെ. എൻ്റെ സ്വഭാവം ഇഷ്ടമല്ല, ദൈവമാണ് എൻ്റെ ജീവിതത്തിലും നിറവേറ്റേണ്ടത്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ ഓരോ ദിവസവും എന്നെ തന്നെ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിത് എപ്പോഴും കേൾക്കുന്നത് നമ്മൾ ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേഴ്സ്. പക്ഷെ എന്നാലും നമ്മള് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് നോക്കിക്കഴിയുമ്പം ഇത് എത്രമാത്രം ഇത് നടക്കുന്നുണ്ടോ നമ്മൾ നോക്കുമ്പം അത് സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിലോട്ട് നോക്കുമ്പം എല്ലാ ഞായറാഴ്ചയും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വാക്യങ്ങൾ കേൾക്കുന്നു, നമ്മൾ അവിടെ പോകുന്നു. പക്ഷെ നമ്മുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. പക്ഷെ അവിടെ നമ്മള് ചർച്ചിൽ പോയി ചിലപ്പം ഇറങ്ങി ചിലപ്പോൾ വണ്ടി ഓടിച്ച് പുറത്തിറങ്ങി കാണത്തേ ഉള്ളൂ. ചിലപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മളെ എങ്ങനെ ഉടഞ്ഞിറങ്ങി
അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. പക്ഷെ അതായത് ആം, ഈ വചനമെല്ലാം നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിക്കുന്നത് കൊണ്ടോ അതായത് വായിക്കണം, ബട്ട് സ്റ്റിൽ ഇത് നമ്മള് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മള് ഇത് ശരിക്കും അതിനു വേണ്ടിയുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ട് നമുക്കൊരു ആഴത്തിൽ നമുക്കൊരു ആഗ്രഹം ഇല്ലെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ലെസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകും. ബട്ട് ഈ എന്നെ എൻകറേജ് ചെയ്ത ഒരു വാക്യമുണ്ട്, ജെയിംസ് 4:1. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ക്വാർറൽസ് ആൻഡ് കോൺഫ്ലിക്ട്സ് among you? Is not the source your pleasures that wage war in your members? അപ്പം നമ്മള് ഇപ്പം ഈ ഞങ്ങൾ ഈ MHP-യുടെ കാര്യം പറഞ്ഞ സമയത്ത് അപ്പം നമ്മുടെ ഈ പ്ലഷേഴ്സ് ഉണ്ട്. നമ്മുടെ സത്യം പറഞ്ഞ നമ്മുടെ ഈ ഏറെക്കുറെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇരിക്കുന്ന സമയത്തായിരിക്കും അതായത് നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന, അപ്പം നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ ആ സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പം ദൈവമായിട്ട് ഒരു ആളെ ആ സമയത്ത് സെൻഡ് ചെയ്ത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ആകുന്നു. അപ്പം ഞാനിങ്ങനെ ആ വേഴ്സ് കഴിഞ്ഞ ദിവസം വീഡിയോ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി എൻകറേജ്മെന്റ് ആയിരുന്നു. സോ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകത്തേ ഉള്ളൂ. സോ എൻ്റെ ലൈഫിൽ അത് ലൈക്ക് ദൈവത്തിന് ആ സ്നേഹം ഇച്ചിരൂടെ ആഴത്തിൽ മനസ്സിലാക്കുവാനും എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. സോ അതിനെല്ലാവരും പ്രാർത്ഥിക്കണം. വിളിപ്പിച്ച മറ്റേ എന്ന് പറയുന്നത് നമ്മൾ കേട്ടത് ഗലാത്യർ 2:20 അതില് നമ്മുടെ പോലീസ് പുസ്തകം പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവൻ അത്ര എന്നിൽ ജീവിക്കുന്നത്. ബട്ട് നമ്മുടെ ലൈഫിൽ ഓർത്ത് നോക്കുമ്പോൾ നമ്മുടെ ചിന്തകളും ഈ ഞാൻ എന്നൊരു ഇതിലാ, മീ മൈസെൽഫ്, ഞാൻ, ആ ഒരു ചിന്തകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് ഈ ഒരു ഇന്നത്തെ വചനം എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത്, ഞാൻ എന്നൊരു മനോഭാവം ഇറക്കി വെച്ച് നമ്മുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഭയങ്ങളാണേലോ അതോ പാപങ്ങളാണേലോ പരിചരണങ്ങളാണേലോ എല്ലാം ക്രിസ്തുവില് അത് അർപ്പിച്ചു കളയണം. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നമ്മുടെ ലൈഫിൽ ഓടുമ്പോൾ നമ്മൾ ആ ഒരു ധാരണ സങ്കല്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റ് നമ്മൾ ക്രിസ്തുവിനാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് നേരിടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്രിസ്തുവിന് അനുവാദം കൊടുക്കുക നമ്മളെ നയിക്കാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്യാനാണെങ്കിലും, നമ്മൾ ബാക്കിയോട് സംസാരിക്കുന്ന കാര്യത്തിനാണെങ്കിലും, നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളിലൂടെ പുറത്തു വരേണ്ടത് ആ ക്രിസ്തുവിന്റെ ഒരു സ്വഭാവമാണ്. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സംസാരങ്ങളോടും നമ്മുടെ ആറ്റിറ്റ്യൂഡുകളും ആയിരിക്കും. പിന്നെ അവസാനമായിട്ട് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പം മെയിൻലി ഒരു ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഞങ്ങളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബട്ട് ഈ ഒരു വചനം കേട്ട മനസ്സിലായി, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ നമ്മളിലൂടെ തന്നെ ക്രിസ്തു ജീവിക്കട്ടെ എന്നാണ് മനസ്സിലായത്. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ യേശു കർത്താവിനോട് എന്നെ മരിക്കാൻ സഹായിക്കാൻ പറഞ്ഞാൽ കർത്താവ് എന്നെ സഹായിക്കും. പിന്നെ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കാണാൻ പറ്റും. ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ ക്രിസ്തു എന്നിൽ ബലപ്പെടാൻ പറ്റത്തില്ല. നാളെ സ്കൂളിൽ തുടങ്ങാൻ പോവാ. അപ്പം ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് എൻ്റെ ക്രൂശെടുത്ത് ക്രിസ്തു എന്നിൽ ബലപ്പെടാൻ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.